ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഓണവും നിവിൻ പോളി തൂക്കി. നിവിൻ പോളിയുടെ ഏറ്റവും പുത്തൻ പുതുചിത്രമായ ബെത്ലഹേം യൂണിറ്റിൻ്റെ റിപ്പോർട്ടുകൾ കണ്ടിട്ടാണ് ആരാധകർ ഇങ്ങനെ പറയുന്നത്. വളരെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ഉടനീളം ലഭിക്കുന്നത്. ഈ ഓണക്കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങളിലൊന്നാണ് നിവിൻ പോളിയുടെയും മമിത ബൈജുവിൻ്റെയും ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മമിത ബൈജുവിൻ്റെ 4-5 തമിഴ് തെലുങ്ക് പടങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. നിവിൻ പോളിയും മമിത ബൈജുവും കൂടി ഒന്നിക്കുമ്പോൾ ചിത്രം തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തന്നെ വേണ്ട. ഗിരീഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഇന്നലെയാണ് തിയേറ്ററുകളിൽ എത്തിയത്. തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ വൻപിച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് സംവിധാനം ചെയ്യുന്ന സിനിമ ഇതെന്നുള്ള മറ്റൊരു പ്രത്യേകതയും ഇതിനുണ്ട്. നിവിൻ പോളി അവതരിപ്പിക്കുന്നത് ജസ്റ്റിൻ എന്ന കഥാപാത്രത്തെയാണ്. മമിത ബൈജു അവതരിപ്പിക്കുന്ന അലീഷ എന്ന കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിലെത്തുന്ന കഥാപാത്രമാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രണയവും കോമഡിയും കുടുംബ ബന്ധങ്ങളും ചേർന്നതാണ് സിനിമ. നിവിൻ മമിത കോമ്പിനേഷൻ തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന അട്രാക്ഷനുകളിൽ ഒന്ന്. ചിത്രത്തിൻ്റെ ഔദ്യോഗിക ബഡ്ജറ്റ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 30 കോടി രൂപയാണ് ചിത്രത്തിന് മുഴുവൻ ചെലവായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 കോടി രൂപ മാത്രമാണോ ചിത്രത്തിന് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല കേട്ടോ. ഇന്നലെ റിലീസ് ചെയ്ത ഈ ചിത്രം ആദ്യ ദിവസം തന്നെ മികച്ച പ്രകടനങ്ങളാണ് ലഭിക്കുന്നത്. ഈ ഓണം നിവിൻ പോളി തന്നെ തൂക്കും എന്നാണ് ആരാധകർ പറയുന്നത്. ഇന്നലെ മാത്രം ചിത്രത്തിന് കേരളത്തിൽ നിന്നും ലഭിച്ച കളക്ഷൻ 4.70 കോടി രൂപയാണ്. ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പറയുമ്പോൾ ഏകദേശം 16 കോടി രൂപയാണ് ചിത്രം ഒരു ദിവസം കൊണ്ട് മാത്രം കളക്ട് ചെയ്തത്. ആദ്യ ദിവസം തന്നെ നിവിൻ പോളിയെപ്പറ്റി വളരെ പോസിറ്റീവ് റിവ്യൂ ലഭിച്ചതുകൊണ്ട് ഈ ചിത്രം ഒരു 100 കോടി ക്ലബ്ബാനുള്ള സാധ്യത വളരെ ഏറെയാണ്. വീക്കെൻഡായ ശനി ഞായർ ദിവസങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗ് രീതി വെച്ച് ചിത്രത്തിന് നല്ല കളക്ഷൻ റേറ്റ് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. നിവിൻ പോളിയുടെ ചിത്രങ്ങൾ എക്കാലവും മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ റൊമാൻസും ഭാമിലി ചിത്രത്തിനും കൂടുതൽ പ്രാധാന്യം മലയാളത്തിൽ ലഭിക്കുന്നുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് ചിത്രീകരണത്തിന് കേരളത്തിൽ മാത്രമല്ല പൊള്ളാച്ചിയും ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രീകരണം നടന്നതായി അറിയുന്നു. 100 ദിവസത്തിലധികം നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത്. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ദിനേഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റിലീസിന് പിന്നാലെ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ഒരു വലിയ പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നത്. നിവിൻ പോളി ആരാധകരെയും മമിത ബൈജു ആരാധകരുടെയും ആഗ്രഹത്തിനൊത്ത വിധം ചിത്രം വളർന്നതായാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങൾ ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കണ്ടവരാണോ? അതോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഓണത്തിന് എല്ലാവർക്കും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ബെത്ലഹേം യൂണിറ്റ് എന്ന് പറയപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു സിനിമാ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.